everyone, welcome to Comex tutorial. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് കോസ്റ്റ്, എന്താണ് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് ഒക്കെ പ്രീവിയസ് വീഡിയോയിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് മൂന്നായിട്ട് കാറ്റഗറി ചെയ്യുന്നു. ഓക്കെ, ഒന്ന് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. ഓക്കെ, ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങളൊരു ഷൂ മാനുഫാക്ചറിങ് ഒരു കമ്പനിയാണെന്ന് ചോദിക്കുക, ഒരു മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഷൂ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ലെതർ വേണം അല്ലേ? അപ്പോൾ ലെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയലാണ്. ഷൂ ലെതർ മാത്രം പോരാ, ഷൂവിൻ്റെ ലേസ് വേണം, അതേപോലെ സോളൊക്കെ വേണം അല്ലേ? അപ്പോൾ അതൊക്കെ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇത് മാത്രം ഉണ്ടായാൽ മാത്രം പോരാ, ഈ മെറ്റീരിയൽ മാത്രം ഉണ്ടായി പോരാ, അത് നിർമ്മിക്കാൻ വർക്കേഴ്സ് വേണം, എംപ്ലോയീസ് വേണം. ഓക്കെ, അപ്പോൾ അത് അവർക്ക് നമുക്ക് എന്ത് കൊടുക്കുക? അവർ ഫ്രീ ആയിട്ട് എന്തായാലും വർക്ക് ചെയ്യില്ല. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഒരു വേജോ സാലറി ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നതിനാണ് എന്താ പറയുക? ലേബർ കോസ്റ്റ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്. ഇനി അടുത്ത് ഇത് പോരാതെ, ഇതിന് കൂടാതെ തന്നെ വേറെയും പല എക്സ്പെൻസ് ഉണ്ടാവാം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന്, ഡിസ്ട്രിബ്യൂഷന്, അഡ്മിനിസ്ട്രേഷൻസ്, അഡ്വർടൈസിങ്, അങ്ങനെയും പല എക്സ്പെൻസും ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് എന്നത് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. ഇനി മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും. ലേബർ തന്നെ ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ വീണ്ടും ഓരോന്നും രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിക്കുക. ക്ലാസിഫിക്കേഷന് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റ് എ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ട്രേസ്ഡ് ടു എ കോസ്റ്റ് ഒബ്ജക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോസ്റ്റിൽ നിന്ന്, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഒരു ആ കോസ്റ്റിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഇവിടെ എന്ത് ചെയ്യാം? ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഒരു നമ്മുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു ഷൂ മാനുഫാക്ചറിങ് കമ്പനി. നിങ്ങളൊരു ഷൂ മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കാം. ഒരു ഷൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 25 സെൻറ്റിമീറ്റർ, ഒരു ഷൂ ഉണ്ടാക്കാൻ വേണ്ടി 25 സെൻറ്റിമീറ്റർ എന്ത് വേണം? ലെതർ വേണം. ഓക്കെ, അതുപോലെ തന്നെ അതിന് 2 ലേസ് വേണ്ടി വരും. ഒരു ജോഡി ഉണ്ടാക്കാൻ 2 ലേസ്, അല്ലെങ്കിൽ ഒന്നാണെന്നുണ്ടെങ്കിൽ ഒരു ലേസ് വേണ്ടി വരും. അതുപോലെ ഒരു സോള് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ലെതർ 25 സെൻറ്റിമീറ്റർ വേണം. ഒരു പീസ് അല്ലെങ്കിൽ ഒരു പീസ് എന്ത് വേണം? ലേസ് വേണം. അതുപോലെ തന്നെ സോള്, അതിൻ്റെ സോള് ഒന്ന് വേണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരു ലെതറിനാണെന്നുണ്ടെങ്കിൽ ഒരു 25 സെൻറ്റിമീറ്റർ 300 രൂപ, എൻ്റെ ലേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലേസിന് 20 രൂപ, സോളാണെന്നുണ്ടെങ്കിൽ ഒരു സോളിന് 50 രൂപ, അങ്ങനെയൊക്കെ കൂടിയിട്ട് ഒരു 370 രൂപ. അപ്പോൾ ഈ ഒരു ഷൂ ഉണ്ടാക്കാൻ 370 വന്നു. ഇത് ഏതിനൊക്കെ വന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഒരു ഷൂ ഉണ്ടാക്കാൻ 25 സെൻറ്റിമീറ്റർ ലെതർ വേണം. അതേപോലെ അതിൻ്റെ ഒരു സോളിന് എത്ര രൂപയാണ്? അപ്പോൾ ആ പ്രൊഡക്റ്റിൽ നിന്ന് ഓരോന്നിൻ്റെയും കോസ്റ്റ് കറക്റ്റായിട്ട് ട്രേസ് ഔട്ട് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. നമുക്കപ്പോൾ അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനി കോസ്റ്റ് വിച്ച് ഈസ് ഐഡൻറ്റിഫയബിൾ ഇൻ 1 യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ നിന്ന് അതിൻ്റെ കോസ്റ്റ്, ഏതെങ്കിലും ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെന്ത് പറയും? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ഒരു ഷൂ ഉണ്ടാക്കാൻ അതിൽ ഇപ്പോൾ ലെതർ നമുക്കറിയാം, ഇത്ര രൂപയ്ക്ക് ലെതർ വേണം, ഇത്ര സെൻറ്റിമീറ്റർ ലെതർ വേണം, ഇത്ര സോള് വേണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതിന് അങ്ങനെയുള്ള കോസ്റ്റിന് എന്ത് പറയുന്നു? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നു.
നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഷൂ ഉണ്ടാക്കി, അങ്ങനെ മെറ്റീരിയലൊക്കെ വാങ്ങി, ഓക്കെ, ഒരു ഷൂ ഉണ്ടാക്കാനുള്ള മെറ്റീരിയലൊക്കെ വാങ്ങി, ലെതറും ലേസും സോളൊക്കെ വാങ്ങിയിട്ട് ഷൂ ഉണ്ടാക്കാൻ വേണ്ടി മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് പോവാണ്. അപ്പോൾ ഫാക്ടറിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഫാക്ടറി ഓണാക്കി നമ്മൾ എന്ത് കറണ്ട് ലൈറ്റൊക്കെ ഇട്ട് ഫാനൊക്കെ ഓണാക്കിയിട്ട് നമ്മൾ ഒരു ഷൂ ഉണ്ടാക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഷൂ ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്തു, ഓണാക്കി. അങ്ങനെ അതിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വന്നു. ഇലക്ട്രിസിറ്റി ബില്ല് വന്നപ്പോൾ 700 റുപ്പീസാണ്. അപ്പോൾ ഈ 700 റുപ്പീസ് നമുക്ക് ഈ ഫുള്ളും 700 റുപ്പീസ് മുഴുവനായിട്ടും ഈ ഒരു ഷൂസിന് വേണ്ടിയിട്ടാണ് ചിലവായി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു ഷൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെയും പല എക്യുപ്മെൻറ്റ്സും, അതിപ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപാട് ആ ഫാക്ടറിയിൽ ഒരുപാട് ലൈറ്റ് ഉണ്ടാവാം, വേറെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ അത് വേറെ ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ പേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒട്ടിക്കാനൊക്കെ ഉള്ള എക്യുപ്മെൻറ്റ്സ് വേറെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനുള്ളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി ചാർജാണ് എന്ത് വന്നിട്ടുള്ളത്, 700 രൂപ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഷൂസിന് ഇത്ര ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻ ഇൻഡയറക്റ്റ് കോസ്റ്റ് cannot be easily traced to a product. Any cost which cannot be identifiable one unit of finished product. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഏതാണെന്നും കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ നിന്ന് എന്താ പറയുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിനെന്ത് പറയുന്നു, ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നു. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, കറക്റ്റായിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് എന്ത് പറയുന്നു, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. മെറ്റീരിയൽ കോസ്റ്റ് അല്ലേ. അപ്പോൾ ഈ ഡയറക്റ്റ് തന്നെ ഇവിടെ നോക്കുക, ഈ കോസ്റ്റ് എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് കോസ്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ തന്നെ ഇപ്പോൾ കോസ്റ്റിൽ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മെറ്റീരിയൽ കോസ്റ്റ്, ലാബർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസ്. മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ലാബർ അതുപോലെ തന്നെ ഡയറക്റ്റും ലാബർ ഉണ്ട്, ഇൻഡയറക്റ്റ് ലാബർ ഉണ്ട്. എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്ത്, പ്രൈം കോസ്റ്റ്. അപ്പോൾ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതിൻ്റെ അഗ്രിഗേറ്റ് ആണ് എന്ത്, പ്രൈം കോസ്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ 50 to 80% പ്രൈം കോസ്റ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പ്രൈം കോസ്റ്റ് വരിക എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിൻ്റെ 50 to 80% കോസ്റ്റ് ഡയറക്റ്റ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താവും, പ്രൈം കോസ്റ്റ് ആകും. ഇനി എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, ഓവർ ഹെഡ് കോസ്റ്റ്. അതിന് നമ്മൾ എന്ത് പറയുന്നു, ഓവർ ഹെഡ്. അപ്പോൾ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഓവർ ഹെഡ്. ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്നു. എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ, നെക്സ്റ്റ് വൺ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ആർ ദോസ് മെറ്റീരിയൽ വിച്ച് ആർ ഈസിലി ഐഡൻറ്റിഫൈഡ്, കൺവീനിയൻ്റ്ലി മെഷേർഡ് ആൻഡ് ഡയറക്ട്ലി ചാർജ് ടു ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ ഈസിലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മെഷർ ചെയ്യാനും, എത്രയാണ് കൺവീനിയൻ്റ് ആയിട്ട് മെഷർ ചെയ്യാം. ഇപ്പോൾ ലെതറിന് എത്ര രൂപയാണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ആ കേസ് തന്നെ എടുക്കാം. ഇത് നമ്മളെ ഒരു ഷൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ലെതർ 25 സെൻറ്റിമീറ്റർ വേണം. അതിന് എത്ര രൂപ, 300 രൂപ. ലേസ് 20 രൂപ, സോള് ഒരു സോളിന് 50 രൂപ. അങ്ങനെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 370 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഓരോന്നിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് അല്ലേ. ഇപ്പോൾ ഷൂസ് 370 രൂപക്ക് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് 370 രൂപയാണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും.
ഓക്കെ, എക്സാമ്പിൾ ലെതർ ഇൻ ഷൂ മേക്കിംഗ്, കോട്ടൺ ഇൻ കേസ് ഓഫ് ഷർട്ട് മേക്കിംഗ്. ഇപ്പോൾ ഷർട്ടിൻ്റെ ഒരു ഡ്രസ്സാണ്, ഷർട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ ആ ഷർട്ടിന് നമ്മൾ ഒരു ഷർട്ട് ഉണ്ടാക്കാൻ ഒരു 2 മീറ്റർ തുണി വേണ്ടി വരും അല്ലേ, ഫാബ്രിക്സ് വേണ്ടി വരും 2 മീറ്റർ. അപ്പോൾ ഫാബ്രിക്സ് എന്നുള്ളത് അതിൻ്റെ എന്താണ്, മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കൊരു ഷർട്ട് ഉണ്ടാക്കാൻ ഇത്ര മെറ്റീരിയൽ വേണം. അപ്പോൾ നമുക്ക് അറിയാം ഈ ഷർട്ട് ഉണ്ടാക്കാൻ ഇത്ര രൂപയ്ക്ക് ഇത്ര ക്വാണ്ടിറ്റി ഇത്ര യൂണിറ്റ് വേണം, ക്ലോത്ത് വേണം എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ഈസിലി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മെറ്റീരിയലാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. നെക്സ്റ്റ് വൺ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആർ ദോസ് മെറ്റീരിയൽ which cannot be conveniently identified and allocated to the cost center or cost unit. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു മെഷീനറി വർക്ക് ചെയ്യാണ്. മെഷീനറി ഇപ്പോൾ ഷൂസ് ഉണ്ടാക്കാൻ തന്നെ ചിലപ്പോൾ മെഷീനറി വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം മെഷീനറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യന്മാർ പോലെ തന്നെ മെഷീനറി ചെയ്യേണ്ടി വരും, മെഷീനറിക്കും ഇടയ്ക്ക് ചെയ്യേണ്ടി വരും, തിന്നാനും കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സ്മൂത്ത് റണ്ണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനറി ഒക്കെ നല്ല സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഓയിലും ഗ്രീസും ഒക്കെ ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് എഫിഷ്യൻ്റ്ലി ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്ക് ചില മെറ്റീരിയൽസ് ചെയ്യേണ്ടി വരും, ആ ഫാക്ടറിയിൽ വേണ്ടി വരും അല്ല. ഇപ്പോൾ കോട്ടണ്, ഗ്രീസ്, ഓയിൽ എന്നുള്ളതൊക്കെ മെറ്റീരിയലാണ്. അപ്പോൾ മെഷീനറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾക്ക് വേണ്ടി വരും, ഒരു ഫാക്ടറി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഷൂ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഓയിൽ വേണം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു ഫാക്ടറിക്ക് ആവശ്യമായിട്ട് ചിലപ്പോൾ ഒരുപാട് പേപ്പർ വർക്കും പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസൊക്കെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ പേപ്പറൊക്കെ ഉണ്ടാവും. ആ പേപ്പറിൻ്റെ കോസ്റ്റ് ഒന്നും എന്തുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് അല്ല, ഷൂവുമായിട്ട് റിലേറ്റഡ് അല്ല. അപ്പോൾ ഷൂസിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കോസ്റ്റ് കറക്റ്റായിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് പറയുന്നത്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിൽ മെറ്റീരിയൽ എന്ന ചാപ്റ്ററിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓവർ ഹെഡ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സേഫായിട്ട് കസ്റ്റഡി വെക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ആ ഫാക്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അത് പ്രൊഡക്റ്റുമായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില്ല, ഡയറക്റ്റ് ആയിട്ട് അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ലേബർ കോസ്റ്റ്. ലേബർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ മെറ്റീരിയൽ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു ഗോഡൗണിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഗോഡൗണിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫാക്ടറിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വരും, ലേബേഴ്സ് വേണ്ടി വരും, എംപ്ലോയീസ് വേണ്ടി വരും അല്ലേ. അത് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് വേണ്ടി വരും, ഫാക്ടറി മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി വരും, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി വരും, ഒരു ലേബർ കോസ്റ്റ് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ എവറി പേഴ്സൺ ഹൂ ഈസ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി പ്രിമിസസ് ഈസ് ലേബർ. ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളെയും നമുക്ക് പറയുക, ലേബർ എന്ന് പറയാം. അപ്പോൾ ഈ ലേബറിന് നമ്മൾ ഒരുപാട് കോഴ്സ് ഉണ്ട്, വേജസ് ആയിട്ടും. ലേബർ എന്തായാലും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ വേജ് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും, ബോണസ്, അലവൻസ്, അങ്ങനെ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വിടും, ലേബർ കോസ്റ്റിൻ്റെ അണ്ടറിൽ വിടും. ഓക്കെ, ബട്ട് ലേബർ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് which can be attributable to a cost object in economically feasible way. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ലേബറാണ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലേബർ കോസ്റ്റിനെ പറയുന്നു, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേജസ് ഓഫ് എംപ്ലോയിഡ് ഹു എൻഗേജ് ഇൻ ആക്ച്വൽ പ്രൊഡക്ഷൻ അല്ലേ, ആക്ച്വൽ പ്രൊഡക്ഷനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എംപ്ലോയീസ് ഉണ്ടാവും,
ഇപ്പോൾ എന്താ പറയുക ഷൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയീസ്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് അല്ലെങ്കിൽ വേജസ് എന്താണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷൂവിൻ്റെ കേസിൽ ഒരു എംപ്ലോയർ ഒരു വർക്കർ ഒരു ദിവസം 4 ഷൂ ഉണ്ടാക്കുക, 2 പയർ 4 ഷൂ ഉണ്ടാക്കുക. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വേജ് കൊടുക്കുന്നത് 800 rupees. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു ഷൂസിൽ നമ്മൾ 200 രൂപ ലേബർ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ലേബർ കോസ്റ്റ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കോസ്റ്റ് ആണ് എന്ത്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇനി ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് വിച്ച് കനോട്ട് ബി ആട്രിബ്യൂട്ടബിൾ ടു എ കോസ്റ്റ് ഒബ്ജക്റ്റ്. വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഒരു കോസ്റ്റ് ഒബ്ജക്റ്റ് അല്ല, ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ നിന്ന് അതിൻ്റെ ലേബറിൻ്റെ എംപ്ലോയീസിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ലേബർ കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയും. പറഞ്ഞു ലേബർ ഒരു എംപ്ലോയി അല്ല, ഒരു പ്രിമിസസിൽ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും എല്ലാവരെയും നമ്മൾ എന്ത് പറയുന്നു, ലേബർ എന്ന് പറയുന്നു. എല്ലാവരും ഈ ഷൂസ് ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യില്ല, ഷൂസ് ഉണ്ടാക്കുകയല്ല ചെയ്യുക, കുറച്ച് ആൾക്കാർ ഷൂസ് ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന കോസ്റ്റ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. ഇനി വേറെയും കുറേ ആൾക്കാരുണ്ടോ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും അതേപോലെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടും മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടും ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവാം, വർക്കേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന വേജസോ സാലറീസോ ഒക്കെ ആണ് എന്ത് പെടുന്നത്, ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ സൂപ്പർവൈസർ, മെയിൻ്റനൻസ് വർക്കേഴ്സ്, മെൻ എംപ്ലോയ്ഡ് ഇൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലറിക്കൽ സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ്, സെക്യൂരിറ്റി സ്റ്റാഫ് എക്സെട്ര. അപ്പോൾ ഇവർക്കൊക്കെ എന്തുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. വെച്ച് കഴിഞ്ഞാൽ ഒരു ഷൂസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എത്ര സെക്യൂരിറ്റി കൊടുക്കുന്നത്, സെക്യൂരിറ്റിയുടെ ചാർജ് എത്രയാണ്, അതേപോലെ ഇതിൽ നിന്ന് എത്രയാണ് ക്ലർക്കിന് കൊടുത്തിട്ടുള്ളതെന്നൊന്നും നമുക്ക് അതിനെപ്പറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരു ഷൂസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് എത്ര ലേബർ ചാർജ് എത്ര ഉണ്ട് അല്ലേ, ലേബർ ചാർജ് എത്ര കൊടുത്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എക്സ്പെൻസ്. Expense can be classified into 2 categories, direct expense and indirect expense. Direct expense refers to the expense that are specifically incurred by the company to produce a product. A product cannot be produced without incurring such expense. It varies directly with the level of output. Okay, so ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലാത്തതും ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാത്ത കോസ്റ്റ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വിടും, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ വിടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്ത് ട്രേസ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതാണ് ഏത്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ എന്ത് ചെയ്യും, അതിൻ്റെ കോസ്റ്റ് കൂടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സൈസ് ഡ്യൂട്ടി എൻ്റെ മാനുഫാക്ചറിങ്. അപ്പോൾ ഒരു മാനുഫാക്ചർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, എക്സൈസ് ഡ്യൂട്ടി എടുക്കണം. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഓൺ മാനുഫാക്ചറിങ് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ ഓരോ ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, എക്സൈസ് ഡ്യൂട്ടി എന്ത് ചെയ്യും, വാരി ചെയ്യും, എക്സൈസ് ഡ്യൂട്ടി എന്ത് ചെയ്യും, കൂടും അല്ലേ. അപ്പോൾ ഒരു ഷൂസിനാണ് അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഷൂസിനാണ് എന്ത് വരിക, ഡ്യൂട്ടി വരിക. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് റെക്ടിഫൈങ് ഡിഫക്റ്റീവ് വർക്ക്. ഓക്കെ, ഇപ്പോൾ ഒരു സൂപ്പർവൈസർ ചാർജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബിൽഡിംഗ് ആകുമ്പോൾ അതിൻ്റെ സൂപ്പർവൈസർ ചാർജ് ചിലപ്പോൾ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഇല്ലാത്ത എക്സ്പെൻസൊക്കെ, ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ആ പ്രൊഡ്യൂസ്ഡ് പ്രൊഡക്റ്റിൽ നിന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻസിനാണ് ഡയറക്റ്റ് എക്സ്പെൻസ് പറയുക. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ദ എക്സ്പെൻസ് ദാറ്റ് ഇൻകർ ബൈ ദി ഓർഗനൈസേഷൻ ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ്. It refers to the expense that are incurred by the organization to produce expense, but these expense cannot be easily found out accurately. പക്ഷേ ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്യുറേറ്റ് ആയിട്ടും കറക്റ്റായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻസ് ആണ് എന്ത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പവർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. ഇപ്പോൾ പവറാണ് നമ്മൾ എന്താ പറയുക, ഇലക്ട്രിസിറ്റി ചാർജ് അല്ലേ, ഇലക്ട്രിസിറ്റി ചാർജ്, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഒക്കെ നമുക്ക് അതിന് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ പവർ
ഇലക്ട്രിസിറ്റി ചാർജസ് അല്ലേ. നമുക്കൊരു ഒരു ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഷൂസ് ഉണ്ടാക്കി എത്ര ഇലക്ട്രിസിറ്റി ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ക്ലോസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 3 ആയിട്ടാണ്. മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് ആൻഡ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് ഈക്വൽ ടു ഓവർ ഹെഡ്. ഓക്കെ. അപ്പം ഇനി നമ്മൾ ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറൊരു കോസ്റ്റ് അസർടൈൻമെൻറ്റ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ എന്നുള്ള ടോപ്പിക്ക് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ലെക്ചർ സീരീസ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ഓക്കെ. താങ്ക് യു.